ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ 2-3 വർഷം മുമ്പ് ട്രെൻഡിങ്ങിലൊക്കെ ഇരുന്ന ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഇതുവരെ ഉണ്ടാക്കി നോക്കാൻ പറ്റിയില്ല. ഇന്നാണ് അതിനൊരു മുഹൂർത്തമായതെന്ന് പറയും. ചക്കക്കുരു ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ചക്കക്കുരു ഷേക്ക് എല്ലാവരും പറയുന്ന കേൾക്കുമ്പോൾ ഉണ്ടാക്കണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു. അപ്പോഴൊന്നും ചക്കക്കുരു കിട്ടിയിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ചക്കക്കുരു കിട്ടിയപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചേ നമുക്ക് ആ ഷേക്ക് ഉണ്ടാക്കി കുടിച്ച് നോക്കാം. എങ്ങനെയുണ്ടെന്നൊന്നും അറിയില്ല. ചക്കക്കുരു ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പ്രതീക്ഷിക്കുന്നൊന്നുമില്ല. അപ്പം നമുക്ക് ഏതായാലും ഒന്ന് നോക്കാം. അപ്പം ഞാനിത് ആദ്യം തന്നെ 2 ഗ്ലാസ്സിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ചക്കക്കുരുവാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരു 10-20 എടുത്തിട്ടുണ്ടേ. അപ്പോൾ അത് നമ്മൾ കുക്കറിനകത്തോട്ട് ഞാനിതിപ്പോൾ കഴുകിയിട്ടൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. ഇപ്പോൾ കഴുകുന്നൊന്നുമില്ല. ഡയറക്റ്റ് കുക്കറിനകത്തോട്ടിട്ടു വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തു. 2 വിസിൽ. ചക്കക്കുരുവിന് അത്രയും മതിയല്ലോ. ഇത് ഒന്നാമത് ഇളം ചക്കക്കുരു ആണെന്ന് തോന്നും. 2 വിസിലൊന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വിസിലടുപ്പിച്ചിട്ട് വരാവേ. അപ്പോൾ ഇത് നമ്മുടെ ചക്കക്കുരു ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ. താഴ്ന്ന് കുട്ടികൾ കളിക്കുന്നതിൻ്റെ സൗണ്ട് വല്ലാതെ വരും കേട്ടോ. അത് ഒന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് ക്ഷമിച്ചേക്കണേ. അപ്പോൾ ഇനി ഇത് നമുക്ക് നമ്മുടെ ചക്കക്കുരുവിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കണം. അപ്പോൾ വിചാരിച്ച പോലെയല്ല കേട്ടോ. ഇത് കയ്യിൽ നിന്ന് വഴുക്കി അങ്ങ് പോവുകയാണ്. സത്യം പറഞ്ഞാൽ തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ആവേശം എനിക്ക് തൊലി കളയാൻ നിന്നപ്പോൾ തന്നെ പോയി. കാരണം ഇത് കയ്യിൽ നിന്ന് ഇങ്ങനെ തെറിച്ച് പോയിക്കൊണ്ടേയിരിക്കുകയാണ് വഴുക്കിയിട്ടേ. അപ്പോൾ തൊലി കളയാൻ കിട്ടുന്നുണ്ടായിട്ടില്ല. അപ്പം ഞാനിത് പതുക്കെ ഇങ്ങനെ കളഞ്ഞെടുക്കുന്നുണ്ട്. വെന്തത് കൊണ്ട് തന്നെ കത്തി തട്ടുമ്പം പൊട്ടി പോകുന്നുണ്ട്. ഇതിൻ്റെ ആ ചുവന്ന ഭാഗം കളയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് നല്ലതാണെന്നാണ് പറയുന്നത്. എന്നാലും ഞാൻ കുറച്ചൊന്ന് കളഞ്ഞേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതെ കയ്യിൽ നിന്ന് തെറിച്ചത് കണ്ട ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഒരു ബോറ് പരിപാടിയായിട്ട് എനിക്ക് തോന്നി. എന്നാലും ചക്കക്കുരു ഷേക്ക് 2-3 വർഷം കൊണ്ട് ഇങ്ങനെ ആലോചിക്കുന്നത് കൊണ്ട് ഒന്നുണ്ടാക്കി നോക്കിയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ചക്കക്കുരുവിൽ ഇപ്പോൾ പ്രത്യേകിച്ച് വലിയ ഫ്ലേവറൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷെയ്ക്കിനായാലും അത്രയ്ക്ക് ഫ്ലേവർ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. അപ്പം ഞാൻ അത്രമാത്രം പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. എന്നാലും എല്ലാവരും ട്രൈ ചെയ്ത സ്ഥിതിക്ക് ഞാനും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി മാത്രമാണ്. അത് ഈ പറഞ്ഞ പോലെ ഈ തൊലി കളയുമ്പോൾ തന്നെ ഇതൊക്കെ എനിക്ക് പോവുകയും ചെയ്തതാണ്. പിന്നെ എന്തായാലും തുടങ്ങി വെച്ചല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ലാസ്റ്റ് ആയപ്പോൾ എനിക്ക് ക്ഷമ നശിച്ചു. കയ്യിൽ നിന്ന് വഴുക്കി പറ്റാണ്ടായപ്പോൾ ഞാൻ ഇതുപോലെ പെട്ടെന്ന് പകുതിക്ക് മുറിച്ചെടുത്തിട്ട് അങ്ങനെ കളഞ്ഞു. അപ്പോഴും വലിയ ഈസിയൊന്നും ആയിരുന്നില്ല. എന്നാലും എങ്ങനെയൊക്കെയോ എന്താ പറയുക ഇറങ്ങി പുറപ്പെട്ടല്ലോ എന്ന് ഓർത്തിട്ട് എങ്ങനെയൊക്കെയോ ആ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തു കേട്ടോ. ഞാൻ അതിൻ്റെ ലാസ്റ്റ് ആയപ്പോൾ ഞാൻ ആ ചുവന്ന കളറും കളഞ്ഞില്ല. അത്രയ്ക്ക് ബോറടിച്ചിട്ടുണ്ടായിരുന്നേ, ഉള്ള കാര്യം പറയാലോ. അപ്പം ഞാൻ എൻ്റെ ചക്കക്കുരുവിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ചിലത് കേട്ടോ ലാസ്റ്റ് ആയപ്പോൾ ഞാൻ ആ ചുവപ്പും കളയാൻ നിന്നില്ല. അത്രയ്ക്ക് എനിക്ക് ബോറടിച്ച്. 10-20 ചക്കക്കുരു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നാലും അത് അത്ര ഈസിയല്ല കയ്യിൽ നിന്ന് വഴുക്കി പോയിട്ട്. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് നേരത്തെ പാല് കാച്ചിയിട്ട് തിളപ്പിച്ചിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ പച്ചപ്പാൽ എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. ഈ ഷെയ്ക്കിന് എല്ലാവരും പച്ചപ്പാൽ തന്നെയാണ് അടിക്കാറ്. പക്ഷേ എനിക്കെന്തോ പച്ചപ്പാൽ എന്ന് പറയുമ്പോൾ എന്തോ ഒരു വല്ലായ്മ. അതുകൊണ്ട് ഞാൻ തിളപ്പിച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ചക്കക്കുരുവൊക്കെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മധുരം ഞാനിപ്പോൾ 2 ഗ്ലാസ്സിനായതുകൊണ്ട് 4 ടേബിൾ സ്പൂണാണ് കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുത്തത്. പിന്നെ ഒരു നുള്ള് മാത്രം ഏലക്കാപ്പൊടി. കാരണം ചക്കക്കുരുവിൻ്റെ ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ അറിയണമല്ലോ, ചക്കക്കുരുവിൻ്റെ ഫ്ലേവർ കിട്ടണമല്ലോ. അതുകൊണ്ട് ഒരുപാടൊന്നും ഞാൻ ഇട്ട് കൊടുത്തില്ല. ഒരു നുള്ള് മാത്രം, ഒരു വലിയ പീസ് പാലിൻ്റെ ഐസ് താഴേക്ക് പോട്ടെ. ഇനി ബാക്കിയുള്ളത് വെച്ച് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ പകുതി മാത്രം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ചക്കക്കുരു നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടണ്ടേ. അതിനുശേഷം ബാക്കി പാലൊഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്കക്കുരും കുറച്ച് ഐസ് ക്യൂബ്, അതായത് തണുത്ത പാലും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് നമ്മുടെ ബാക്കി വരുന്ന പാല് അതും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ ബാക്കി പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഇത് മൊത്തം ഞാൻ 2 ഗ്ലാസ് പാലാണ് കേട്ടോ ഞാൻ തിളപ്പിക്കാൻ എടുത്തിട്ടുള്ളത്. ഒരു 20 കുഞ്ഞ് അധികം വലിപ്പമില്ലാത്ത ചക്കക്കുരു, 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും, ഒരു നുള്ള് ഏലക്കയും. നമ്മുടെ സംഭവം ഇത് റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ ആ ചുവന്ന കളർ കളയാത്തത് കൊണ്ടേ ഒരു റെഡിഷ് കളർ വന്നപ്പം കാണാൻ നല്ല ഭംഗിയായിരുന്നു. പിന്നെ നല്ല ക്രീമി ടെക്സ്ചറായിരുന്നു കേട്ടോ. കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ കുടിക്കാൻ തോന്നും. ഇതിന് ടേസ്റ്റ് നമുക്ക് നോക്കണം. അപ്പം ഒരു ഭംഗി ഇരുന്നോട്ടെ എന്ന് വെച്ച് കുറച്ച് ഡ്രൈ നട്ട്സൊക്കെ ഞാനിങ്ങനെ കുറച്ച് ബദാം അരിഞ്ഞതും കറുത്ത മുന്തിരിയിട്ടത് കാണാനൊരു ഭംഗി ഇരുന്നോട്ടെ എന്ന് വെച്ച് മാത്രമാണ് കേട്ടോ. പിന്നെ നമ്മുടെ പംകിൻ സീഡ് ഒരു പച്ചക്കളർ ഒക്കെ ഇരിക്കുമ്പോൾ ഒരു ഭംഗിയല്ലേ. ഇരിക്കട്ടെ, പണം പോയി പവർ വരട്ടെ എന്നുണ്ട് കെട്ടിയും പറയണ പോലെ. നമുക്കതൊരു ഭംഗി ഇരുന്നോട്ടെ. കുറച്ച് സൺഫ്ലവർ സീഡും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഭംഗി ഇത്രയേ ഉള്ളൂ. ഒറ്റ വലിക്ക് ഭംഗിയൊക്കെ പോവും. അപ്പോൾ നമ്മുടെ സംഭവം എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. ഇതെന്തായിരിക്കും ഇത്രയും നേരം മെനക്കെട്ടതല്ലേ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം എന്തായാലും കാണാൻ സംഭവം അടിപൊളിയാണ്. നല്ല ക്രീമി ആയിട്ട് ഒരു ഭംഗിക്ക് അലങ്കരിച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, കുറച്ച് ചക്കക്കുരുവൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പിലേക്ക് കടക്കാം.
അപ്പോൾ ഇത് നമ്മുടെ ചക്കക്കുരു ഷെയ്ക്ക്. സംഭവം കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ക്രീമി ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ സംഭവം അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഒരു ടേസ്റ്റ്. ചക്കക്കുരുവിൻ്റെ ഒരു ഫ്ലേവർ വരുന്നുണ്ട്, ശരി തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും നല്ലൊരു ക്രീമി ടെക്സ്ചർ. സത്യം പറഞ്ഞാൽ അടിപൊളി തന്നെയാണ് കേട്ടോ. ഒരു പ്രത്യേക ഒരു ടേസ്റ്റ്, ഇഷ്ടപ്പെടും എന്തായാലും. തുടങ്ങുമ്പോൾ പ്രതീക്ഷിച്ച പോലെയല്ല, നന്നായിട്ടുണ്ട്. ഇതുവരെ കഴിക്കാത്ത ഒരു ടേസ്റ്റ്. ക്രീമി ടേസ്റ്റ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ, ഇഷ്ടമാവും.